ദൃശ്യം 3 ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സിനിമ എടുക്കുമ്പോഴും അതിന്റെ ഇടയിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ട്, വർഷങ്ങളുടെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പം നേരത്തെ ചിത്രേട്ടൻ പറഞ്ഞ പോലെ ക്യാരക്ടേഴ്സിന് കഥ മാറുന്നതിനനുസരിച്ച് ക്യാരക്ടേഴ്സിന് മാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പം ഈ ഗ്യാപ്പിനിടയിൽ വീണ്ടും ഈ ക്യാരക്ടറായി മാറുമ്പോൾ ഓഫ്കോഴ്സ് ആ ക്യാരക്ടറിന് പിന്നെയും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ആ കഥാപാത്രമായി പിന്നീട് മാറുമ്പോൾ അതെങ്ങനെയാണ് ഡയറക്ടർ മാജിക് ചെയ്യും? ദൃശ്യത്തിലെ 1ലെയും 2ലെയും ജോർജ് കുട്ടിയെ നമുക്കറിയാമല്ലോ. അപ്പൊ അതുപോലെ 3ലേക്ക് വരുമ്പോൾ ആ കഥാപാത്രം ഓൾറെഡി ഉള്ള കഥാപാത്രമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞ പോലെ ഈ കഥാപാത്രത്തെ മാത്രമേ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ജോർജ് കുട്ടി എങ്ങനെയാണ് പെരുമാറുന്നത്, അയാളുടെ മനസ്സിൽ എന്താണെന്നൊക്കെ ഉള്ളത് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പലപ്പോഴും നമ്മൾ പല സിനിമകൾ ചെയ്യുമ്പോൾ ഒരു കഥാപാത്രത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. പക്ഷെ ഇതുവരെ എനിക്ക് മനസ്സിലാകാത്ത, എനിക്ക് ഇതിനകത്ത് കാര്യം അയാൾക്ക് ഭയം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വന്നു. കാര്യം ജോർജ് കുട്ടി അങ്ങനത്തെ ഒരാളല്ല. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഈ നേരത്തെ പറഞ്ഞ പോലെ അയാൾക്കും ഒരു 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 ഗിൽറ്റ് എന്ന് പറയുന്ന ഒരു നരകം പോലെയാണ് സഹിക്കുക. അതിങ്ങനെ നിങ്ങളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അയാൾ ഒരു മർഡറൊന്നും ചെയ്ത ആളല്ല, അയാളൊരു ക്രൈം കമ്മിറ്റ് ചെയ്ത ആളല്ല, അയാളെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ആളാണ്. പക്ഷെ എത്ര നാൾ അയാൾ ഹോൾഡ് ചെയ്യും? അവരുടെ കുട്ടികളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. എന്താണ് ഞങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത്? ഇതിനൊരു അവസാനം ഒരു എല്ലാ കുറ്റപ്പെടുത്തലുകളും അയാളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. കാര്യം നിങ്ങളുടെ കാരണമാണ് ഞങ്ങളിത് സഹിക്കുന്നത്. അതിൻ്റെ ഒരു കൺവിനേഷൻ, എല്ലാത്തിനും ഒരു അവസാനം വേണം എന്നാഗ്രഹിക്കുന്ന ഒരു കഥാപാത്രമാണ് ജോർജ് കുട്ടി. അപ്പം അങ്ങനെ ആഗ്രഹിച്ചു. അതിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ജോർജ് കുട്ടിക്ക് എന്താ സംഭവിച്ചു? ജോർജ് കുട്ടി ഒരു ഭീരുവല്ല. കാര്യം അയാൾക്ക് ഓൾറെഡി അയാൾക്ക് അറിയാം എന്നാലും ഇത് എക്സ്പെക്ട് ചെയ്ത് ഒരു ലൈക്ക് ഡെത്ത് പോലെ. മരണം നമുക്ക് സംഭവിക്കുന്ന അറിയാം, പക്ഷെ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. പക്ഷെ അതിനൊരു ഫിയർ ഉണ്ടാവും, അല്ലേ? ഞാൻ എന്ത് സംഭവിക്കും, പക്ഷെ അത് അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത്തരത്തിലൊരു പ്രത്യേക ഫിലോസഫിയിൽ ജീവിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ ജോർജ് കുട്ടിയെ കാണുന്നത്. അയാൾക്കറിയാം എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം ഇത് സംഭവിക്കും, പക്ഷെ എൻ്റെ കുടുംബത്തിനെ അതിലൊന്നും സംഭവിക്കാതെ നോക്കേണ്ട കടമ എനിക്കുള്ളത് കൊണ്ട് ഐ വിൽ ടേക്ക് ദ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു വലിയൊരു ഒരു ഫിലോസഫിക്കൽ ഒരു ചിന്തയുള്ള ഒരാളായിട്ടാണ് ജോർജ് കുട്ടി പറയുന്നത്. 4ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധിയല്ല, ഇവോൾവ് ചെയ്യുന്നു. ആ ക്യാരക്ടർ ഈ 13 വർഷം കൊണ്ട് അയാൾ ഒരു ഇവോൾവ് ചെയ്തിട്ട് വേറൊരു ഒരു ഫിലോസഫിക്കൽ തലത്തിലേക്ക് എത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കൂടുതൽ ഈ കാര്യം ആണെങ്കിൽ ചിത്രം